ഹായ് ഓൾ. പരീക്ഷാക്കാലം ഇങ്ങ് അടുത്തെത്തിയല്ലേ. ഒരുപാട് പരീക്ഷകൾ നമുക്കിനി വരാനിരിക്കുന്നു. CPO, ASM അതേപോലെയുള്ള ഒരുപാട് പരീക്ഷകൾ നമുക്കിനി അപ്കമിങ് ആയിട്ടുള്ളതുണ്ട്. സോ ഇംഗ്ലീഷ് എന്ന് പറയുന്ന നമ്മുടെ ഇംഗ്ലീഷ് സെക്ഷനിൽ നമ്മളോട് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, ഷുവറായിട്ടും നമുക്ക് ഇന്ന ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾക്ക് ഈ പരീക്ഷകളിലെല്ലാം പ്രതീക്ഷിക്കാവുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. എല്ലാ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസിനെയും കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ചെറിയൊരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ, അതിൽ PYQസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ. സോ അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാൻ സാധ്യത എന്നുള്ളത്. ആദ്യത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത്, മൈ വൈഫ് went to dash last week to speak to our son's teacher. My wife went to dash last week to speak to our son's teacher. 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സ്കൂൾ, their school, the school, her school. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. സോ നമുക്കറിയാം ഇവിടെ ആർട്ടിക്കിൾ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ക്വസ്റ്റ്യനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ വൈഫ് കഴിഞ്ഞയാഴ്ച എൻ്റെ മകൻ്റെ ടീച്ചറുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് എവിടെ പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സ്കൂളിൽ പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ വൈഫ് സ്കൂളിലേക്ക് പോയത് സ്കൂളിൻ്റെ എന്ത് പർപ്പസിന് വേണ്ടിയാണ്? സ്കൂളിൻ്റെ സെക്കൻഡറി പർപ്പസിന് വേണ്ടിയാണ് വൈഫ് സ്കൂളിലേക്ക് പോയിരിക്കുന്നത്. എന്താണ് ഈ സെക്കൻഡറി പർപ്പസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? നമുക്കറിയാമല്ലേ, സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റി ഇതേപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് സ്റ്റഡിയാണ്. പഠിക്കാൻ വേണ്ടി പോവുക എന്നുള്ളതാണ് സ്കൂളായാലും കോളേജ് ആയാലും യൂണിവേഴ്സിറ്റി ആയാലും ഇവയുടെയൊക്കെ എന്ത് പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്. ഇവിടെ വൈഫ് പോയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മകന്റെ ടീച്ചറിനോട് സംസാരിക്കാൻ വേണ്ടിയാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ദ പ്രൈമറി പർപ്പസ്. ഇതെന്താണ്? ഇത് സെക്കൻഡറി പർപ്പസ് ആണ്. ദ എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിളിന്റെ ഉപയോഗം ഇവിടെയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. നമ്മൾ സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റി പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ പ്രൈമറി പർപ്പസിന് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ പേരിൻ്റെ മുൻപിലായിട്ട് ഒരിക്കലും ദ എന്നുള്ള ആർട്ടിക്കിളിനെ ഉപയോഗിക്കാൻ പാടില്ല. അതേസമയം സെക്കൻഡറി പർപ്പസ്, ഈ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ സെക്കൻഡറി പർപ്പസിനാണ് പോകുന്നതെങ്കിൽ നമ്മൾ ആരെ ചേർക്കണം? ഇതിൻ്റെ മുൻപിൽ ദ എന്നുള്ള ആർട്ടിക്കിളിനെ ചേർത്തിരിക്കണം. ഇവിടെ നമ്മൾ സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റി പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റല്, അതുപോലെ തന്നെ ടെമ്പിൾ, മോസ്ക്, ചർച്ച്, പ്രിസൺ, ബെഡ്, മാർക്കറ്റ് തുടങ്ങിയ ഏതൊരു സ്ഥാപനം അല്ലെങ്കിൽ ഏതൊരു കാര്യത്തെ പറയുമ്പോഴും അവിടെയെല്ലാം പ്രൈമറി പർപ്പസിന് പോകുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അതിൻ്റെ മുൻപിൽ ദ എന്നുള്ള ആർട്ടിക്കിളിനെ ചേർക്കാൻ പാടില്ല. അതേസമയത്ത് സെക്കൻഡറി പർപ്പസിനാണ് പോണതെങ്കിൽ, ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മളുടെ ഹോസ്പിറ്റലിന്റെ പ്രൈമറി പർപ്പസ് എന്താണ്? ടു സീ ദ ഡോക്ടർ അല്ലേ, ഡോക്ടറെ കാണുക, അല്ലെങ്കിൽ ഫോർ ദ ട്രീറ്റ്മെന്റിന് വേണ്ടി പോവുക. ഇതാണ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രൈമറി പർപ്പസ്. അതിലേതെങ്കിലും ഒരു കാര്യത്തിനാണ് പോണതെങ്കിൽ ഹോസ്പിറ്റലിന്റെ മുൻപിൽ ആര് പാടില്ല? ദ പാടില്ല. അതേസമയത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് വയ്യാതെ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്, നമ്മൾ ആളെ കാണാനാണ് പോകുന്നതെങ്കിൽ ഇറ്റ് ഈസ് ദ സെക്കൻഡറി പർപ്പസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിന്റെ മുൻപിലായിട്ട് ആരെ ചേർക്കുക? ദ ചേർക്കുക. അപ്പൊ റൂള് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? സ്കൂള് എന്ന് മാത്രമാണോ കൊടുക്കേണ്ടത്, അതോ ദ സ്കൂൾ എന്നാണോ കൊടുക്കേണ്ടത്? തീർച്ചയായിട്ടും എന്താണ്, ഇതൊരു സെക്കൻഡറി പർപ്പസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ മൈ വൈഫ് വെന്റ് ടു ദ സ്കൂൾ ലാസ്റ്റ് വീക്ക് ടു സ്പീക്ക് ടു അവർ സൺസ് ടീച്ചർ. ആർട്ടിക്കിൾ എന്നുള്ള ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ മാച്ച് എൻറ്റേർഡ് ഇൻ എ ഡ്രോ. ചോദ്യം കാണുമ്പോഴേ നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്? നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. ഒരു സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ പറയുമ്പോഴേ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ട കാര്യം ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ്.
സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അടുത്തത് നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി വെർബ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതേ ഓക്സിലറിയെ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുക. അതേ സമയത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള ഓക്സിലറി വെർബ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡു, ഡസ്, ഡിഡ് ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു ഓക്സിലറിയെ ഉപയോഗിച്ച് വേണം ആരെ ഉണ്ടാക്കാൻ, ക്വസ്റ്റ്യൻ ടാഗിനെ ഉണ്ടാക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ദ മാച്ച് എൻഡഡ് ഇൻ എ റോ. സ്റ്റേറ്റ്മെന്റ് കാണുമ്പോഴേ നമുക്കറിയാം ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇതിന്റെ ടാഗ് ആരായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് ടാഗ് വേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനെ എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം അതൊരു പോസിറ്റീവ് ടാഗ് ആണ്. ഇനി നമുക്കറിയാം ദ മാച്ച് എൻഡഡ് ഇൻ എ റോയിൽ നമുക്ക് എന്താണ്, ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി വെർബ് ഒന്നുമില്ല. സോ നമ്മൾ ആരെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു, ഡു, ഡസ്, ഡിഡ് ഇവയിൽ ഒന്നിനെ ഉപയോഗിക്കണം. സോ ഇവിടെ നമുക്ക് മെയിൻ വെർബ് തന്നിരിക്കുന്നത് എൻഡഡ് എന്നാണ്. അത് വെർബിന്റെ V2 ഫോം ആണ്, പാസ്റ്റ് ടെൻസ് ആണ്. അങ്ങനെ പാസ്റ്റ് ടെൻസിലാണ് മെയിൻ വെർബ് എങ്കിൽ നമ്മൾ അതിന് പകരമായിട്ട് ആരെ ഉപയോഗിക്കുക, ഡിഡ് ഉപയോഗിക്കുക. ദ മാച്ച് എന്നുള്ളതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പ്രൊനൗൺ ആണ് ഇറ്റ്. സോ നമ്മുടെ ആൻസർ ഫോർത്ത് ഓപ്ഷനായ ഡിഡിന്റ് ഇറ്റ് എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ അല്ലേ? സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ടാൻറ്റമൗണ്ട് മീൻസ് നമ്മളെ എല്ലാവരെയും വളരെയധികം വിഷമിപ്പിക്കുന്ന, കുഴപ്പിക്കുന്ന ഒരു സെക്ഷൻ ആണല്ലേ വൊക്കാബുലറിയിൽ നിന്നുള്ള സിനോണിം, ആന്റോണിം എന്നുള്ളത്. എത്ര പഠിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചില സമയത്ത് ആൻസർ ചെയ്യാൻ പറ്റില്ല. സോ ചില വേർഡ്സ് നമ്മൾ കരുതിയിരിക്കുക, ആ വേർഡ്സ് എല്ലാം വരാൻ സാധ്യതയുള്ളതാണ്. ആ രീതിയിലുള്ള ഒരു വേർഡാണ് ടാൻറ്റമൗണ്ട് എന്നുള്ളത്. എന്താണ് ടാൻറ്റമൗണ്ട് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ്? നമുക്കറിയാം ഒരേപോലെയുള്ളത്, ഇക്വാലന്റ്. ഇക്വാലന്റ് എന്നുള്ള മീനിങ് ആണ് ടാൻറ്റമൗണ്ട് എന്നുള്ള വേർഡിനുള്ളത്. ഇതൊരു PYQ ആണ്, ഓൾറെഡി PSC ചോദിച്ചിട്ടുള്ള ഒരു വേർഡാണ്. ഓക്കെ, സോ അടുത്തത് നോക്കാം. വെൻ യു കോൾ ഇറ്റ് എ ഡേ യു ഹാവ് ഡിസൈഡഡ് ടു. ഓൾറെഡി അവിടെ എന്താണ് നമ്മളോട് ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ട്, കോൾ ഇറ്റ് എ ഡേ. വെൻ യു കോൾ ഇറ്റ് എ ഡേ യു ഹാവ് ഡിസൈഡഡ് ടു. നിങ്ങൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? സോ ഇത് കാണുമ്പോഴേ നമുക്കറിയാം അല്ലെ, ഇഡിയംസ് എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. സോ കോൾ ഇറ്റ് എ ഡേ എന്ന് പറയുന്ന ഇഡിയത്തിന്റെ മീനിങ് എന്താണ്? ഓൾറെഡി എല്ലാവർക്കും തന്നെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇഡിയമാണ്. എന്താണ് കോൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞാൽ? അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്റ്റോപ്പ് വർക്ക്, ജോലി അവസാനിപ്പിക്കുക, ഒരു ദിവസത്തെ ജോലി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കോൾ ഇറ്റ് എ ഡേ എന്ന് പറയുന്ന ഇഡിയത്തിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം. വൺ ഹൂ ബ്രേക്സ് ഇമേജസ് യൂസ്ഡ് ഇൻ റിലീജിയസ് വേർഷിപ്പ്. റിലീജിയസ് വേർഷിപ്പിൽ ഉപയോഗിക്കുന്ന ഇമേജസിനെ ബ്രേക്ക് ചെയ്യുക, തകർക്കുക, നശിപ്പിച്ചു കളയുക, ഡിസ്ട്രോയ് ചെയ്ത് കളയുക, അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ഏത് വേർഡാണ് ഉപയോഗിക്കുന്നത്? വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ് ഈ വന്നിരിക്കുന്നത്. വൺ ഹൂ ബ്രേക്സ് ഇമേജസ് യൂസ്ഡ് ഇൻ റിലീജിയസ് വേർഷിപ്പ്. ഓൾറെഡി വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതിന്റെ മീനിങ് ആണ് ഐക്കണോക്ലാസ്റ്റ് എന്ന് പറയുന്നത്. സോ ഐക്കണോക്ലാസ്റ്റ് എന്നുള്ള വേർഡാണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? എ പേഴ്സൺ ഹൂ ബ്രേക്സ് ഓർ ഡിസ്ട്രോയ്സ് ഇമേജസ് യൂസ്ഡ് ഇൻ റിലീജിയസ് വേർഷിപ്പ്. അതാണ് ഐക്കണോക്ലാസ്റ്റ്. എത്തീസ്റ്റ് എന്ന് പറഞ്ഞാൽ മാറിപ്പോകരുത്, രണ്ടും കൂടെ പലർക്കും മാറിപ്പോകുന്നതാണ്. എത്തീസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ് ആണ്. ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തി, അയാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എത്തീസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ കൺഫോർമർ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഫ്യൂജിറ്റീവും, അത് രണ്ടും ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സ് ആണ്. സോ ഐക്കണോക്ലാസ്റ്റ് ആണ് നമ്മളുടെ ഈ വേർഡിന്റെ ഈ ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തതും നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ടാഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നോബഡി വാണ്ട്സ് ടു ബി പുവർ. നോബഡി വാണ്ട്സ് ടു ബി പുവർ. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുന്നു അല്ലേ? സോ ഓൾറെഡി നമുക്കറിയാം നോബഡി. നോബഡി എന്നുള്ളത് ഒരു നെഗറ്റീവ് വേർഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ്. സോ നമ്മുടെ ടാഗ് ആര് വേണം? പോസിറ്റീവ് വേണം. പോസിറ്റീവ് ടാഗ് വേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് തേർഡ് ഓപ്ഷനെയും ഫോർത്ത് ഓപ്ഷനെയും എന്ത് ചെയ്യാം? ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം അത് രണ്ടും നെഗറ്റീവ് ടാഗ്സ് ആണ്. നമുക്ക് വേണ്ടത് പോസിറ്റീവ് ടാഗ് ആണ്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഓക്സിലറി ഉണ്ടോ എന്ന് നോക്കി. ഓക്സിലറി ഇല്ല.
സോ നമ്മൾ മെയിൻ വെർബിനെ നോക്കി, അത് വാണ്ട്സ് എന്നുള്ളതാണ്. നമുക്കറിയാം ലാസ്റ്റ് എസ് ചേർന്ന് വരുന്ന V1 ആണ്. നോർമൽ രീതിയിൽ നമ്മൾ ലാസ്റ്റ് എസ് ചേർന്ന് വരുന്ന പ്ലേസ് എന്നോ റൈറ്റ്സ് എന്നോ ജംസ് എന്നോ ഈറ്റ്സ് എന്നോ ഇതേപോലെ വോൺസ് എന്നോ ഒക്കെയാണ് വെർബെങ്കിൽ അതിന് പകരമായിട്ട് നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് ഡസ് എന്നുള്ള ഓക്സിലറി വെർബിനെയാണ് എന്നുള്ളത് നമുക്കറിയാം. ഇനി നമുക്കറിയാം ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നോബഡി ആണ്. നോബഡി, എവരിബഡി, സംബഡി, എനിബഡി, നോബഡി. എവരിവൺ, സംവൺ, എനിവൺ, നോവൺ. 8 പേരെ ഞാൻ പറഞ്ഞു. എവരിബഡി, സംബഡി, എനിബഡി, നോബഡി. എവരിവൺ, സംവൺ, എനിവൺ, നോവൺ. ഈ 8 പേരിൽ ആര് സബ്ജക്റ്റ് ആയിട്ട് വന്നാലും അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊനൗൺ എന്ന് പറയുന്നത് ദേ ആണ് എന്നുള്ളത് നമ്മളുടെ ക്വസ്റ്റ്യൻ ടാഗിലുള്ള ഒരു റൂളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് വരും? ഡസ് ദേ എന്ന് വരും അല്ലേ? പക്ഷെ ഇത് കറക്റ്റ് അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ദേ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്ലൂറൽ പ്രൊനൗൺ ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബും എല്ലായ്പ്പോഴും ആര് തന്നെ ആയിരിക്കണം? പ്ലൂറൽ തന്നെ ആയിരിക്കണം. പക്ഷെ നമുക്കറിയാം ഡസ് എന്നുള്ളത് സിംഗുലാർ ആണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഡസ്സും ദേയും കൂടെ വരില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡസ്സിന് പകരം അതിൻ്റെ പ്ലൂറൽ ഫോമായ ഡു ഉപയോഗിക്കുന്നു. അങ്ങനെ നമ്മുടെ ആൻസർ എന്ത് വരുന്നു? ഡു ദേ എന്നാണ് വരുന്നത്. ഈ ഞാൻ പറഞ്ഞ 4 സബ്ജക്ട്സ്, 4 ബഡീസ്, എവരിബഡി, സംബഡി, എനിബഡി, നോബഡി. 4 വൺസ്, എവരിവൺ, സംവൺ, എനിവൺ, നോവൺ. ഇവരിൽ 6 സബ്ജക്റ്റ് ആയിട്ട് ഒരു സെന്റൻസ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ തന്നാലും അവിടെയെല്ലാം നിങ്ങൾ ഈ ഒരു റൂള് അപ്ലൈ ചെയ്യണം. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓർക്കാണ്ട് പെട്ടെന്ന് ചാടിക്കേറി ഡസ് ദേ മാർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുള്ള, എല്ലാവർക്കും തെറ്റാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പറഞ്ഞ 8 സബ്ജക്ട്സിൽ ആര് വന്നാലും ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് കൃത്യമായിട്ടുള്ള ആൻസർ തന്നെ എല്ലാവരും മാർക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ദ പാസീവ് ഫോം ഓഫ് ദേ ഹാവ് അറസ്റ്റഡ് ദ തീഫ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ ആണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്നുള്ളത്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോളുക, ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ആക്റ്റീവ് വോയിസിൽ തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഒബ്ജക്റ്റ് ഏതാണോ അതിനെ ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ നമ്മൾ എഴുതാൻ പോകുന്ന പാസീവ് വോയിസിലുള്ള സെന്റൻസിന്റെ സബ്ജക്റ്റ് ആക്കി മാറ്റുകയും ചെയ്യുക. അപ്പം ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറുന്നു. അതിനുശേഷം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഏത് വെർബാണെങ്കിലും പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ അത് അതിന്റെ V3 ഫോമിലേക്ക് വരുന്നു. അങ്ങനെ V3 ഫോം ഉപയോഗിക്കുമ്പോൾ അതിന്റെ മുൻപിലായിട്ട് നമ്മൾ നിർബന്ധമായും ഒരു ഓക്സിലറി വെർബിനെയും ചേർത്തിരിക്കണം. ഇതാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിന്റെ പ്രധാനപ്പെട്ട റൂള്. അപ്പൊ നമുക്ക് നോക്കാം. ദേ ഹാവ് അറസ്റ്റഡ് ദ തീഫ് എന്നാണ്. ഇതിന്റെ ഒബ്ജക്റ്റ് ദ തീഫ് എന്നാണ്. സോ നമുക്കതിനെ സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കാം. 4 സെന്റൻസുകളിലും ദ തീഫ് ആണ്. ഇനി നമുക്കറിയാം ദേ എന്നുള്ളത് സബ്ജക്റ്റ് ആയിട്ട് വന്നപ്പോഴാണ് നമ്മൾ ഹാവ് ഉപയോഗിച്ചത്. ഇപ്പൊ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റിയപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ദ തീഫായി. അത് സിംഗുലാർ ആണ്. അതിന്റെ കൂടെ നമുക്ക് ആരെ പറ്റില്ല? ഹാവ് പറ്റില്ല അല്ലേ? സോ നമ്മൾ ആരെ ഉപയോഗിക്കുന്നു? ഹാസിനെയാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഹാസിനെ ഉപയോഗിക്കേണ്ടത് കാരണം തന്നെ 3rd ഓപ്ഷനെ നമുക്ക് കളയാം, കാരണം അവിടെ ഹാവ് ഉപയോഗിച്ചു. 4th ഓപ്ഷനെയും കളയാം, കാരണം അവിടെ ഹാഡ് ഉപയോഗിച്ചു. 1st ഓപ്ഷനെയും കളയാം, കാരണം അവിടെ വാസ് ഉപയോഗിച്ചു. സോ വളരെ എളുപ്പമാണ് നമ്മുടെ ആൻസർ. ദ തീഫ് ഹാസ് ബീൻ അറസ്റ്റഡ് ബൈ ദം. ഇനി മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം ഓർത്തിരിക്കുക. ഹാസ്, ഹാവ്, ഹാഡ് അതിന്റെ കൂടെ V3 ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്റ്റീവ് വോയിസ് ആണ് വരുന്നതെങ്കിൽ അതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ തീർച്ചയായിട്ടും ആരെ ഉപയോഗിച്ചിരിക്കണം? ബീൻ എന്ന് ഉപയോഗിച്ചിരിക്കണം. ഹാസ് ബീൻ V3, ഹാവ് ബീൻ V3, ഹാഡ് ബീൻ V3. ഈ ഫോർമാറ്റിലാണ് വരേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഈസ് ദ കറക്റ്റ് സെന്റൻസ്? 4 സെന്റൻസ് തന്നിട്ട് ഇതിൽ നിന്നും കറക്റ്റ് സെന്റൻസ് ഏതാണ്, ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The children had better wear their coats. You had better to consult a doctor. The driver had better wore a seat belt. I had not better to be late. 4 സെന്റൻസുകളിലും ഹാഡ് ബെറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ഹാഡ് ബെറ്ററിന്റെ റൂള് നമുക്കറിയാം. ഏതൊരു സെന്റൻസിലും ഹാഡ് ബെറ്റർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം എപ്പോഴും ഉപയോഗിക്കേണ്ടത് വെർബിന്റെ ബേസ് ഫോം ആയിരിക്കണം. ഇതൊരിക്കലും മറക്കരുത്, പഠിച്ചു വെച്ചോളുക.
ഇതുപോലെ തന്നെയാണ് വുഡ് റാദറിന്റെയും ഉപയോഗം. അപ്പൊ ഹാർഡ് ബെറ്റർ വന്നാലും വുഡ് റാദർ വന്നാലും ഇത് രണ്ടിനും ശേഷം എപ്പോഴും ആരെ മാത്രമേ ഉപയോഗിക്കാമുള്ളൂ? വെർബിന്റെ ബേസ് ഫോം മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. ആ ഒരു റൂൾ വെച്ച് നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ, ഹാർഡ് ബെറ്ററിന് ശേഷം ബേസ് ഫോം. ഓക്കെ, അടുത്ത ചോദ്യം, സ്പോട്ട് ദ എറർ ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. ഒരു സെന്റൻസ് തന്നിട്ട് നമ്മൾ അതിനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് ഭാഗത്താണ് മിസ്റ്റേക്ക്? കോൺകോഡ് അഥവാ സബ്ജക്റ്റ് ആൻഡ് വെർബ് എഗ്രിമെന്റ് എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 100 rupees ആർ നോട്ട് എ ബിഗ് സം ഓഫ് മണി ഫോർ ദ സ്റ്റുഡൻസ്. ഇവിടെ നമുക്ക് കാണുമ്പോഴേ അറിയാം അല്ലേ, സെക്കൻഡ് പാർട്ടിലാണ് മിസ്റ്റേക്ക്. എന്താണ് സെക്കൻഡ് പാർട്ടിൽ വന്ന മിസ്റ്റേക്ക്? ഇവിടെ നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 100 rupees ആണ്. 100 rupees എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് മണിയെ സൂചിപ്പിക്കുന്ന സബ്ജക്റ്റ് ആണ്. അങ്ങനെ എമൗണ്ട് ഓഫ് മണിയെ സൂചിപ്പിക്കുന്ന സബ്ജക്റ്റിന് ശേഷം നമ്മൾ എപ്പോഴും സിംഗുലാർ വെർബിനെ മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. ഇവിടെ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് ആറിന് പകരം ഇവിടെ ആക്ച്വലി വേണ്ടത് ഈസ് ആണ്. എമൗണ്ട് ഓഫ് മണിക്ക് മാത്രമല്ല, ഓർത്തിരുന്നോളുക, ഡിസ്റ്റൻസിനെയോ ടൈമിനെയോ എമൗണ്ട് ഓഫ് മണിയെയോ ഹൈറ്റിനെയോ വെയിറ്റിനെയോ ഒക്കെ സൂചിപ്പിക്കുന്ന സബ്ജക്ട്സ് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ എപ്പോഴും സിംഗുലാർ വെർബിനെ മാത്രമേ കൊടുക്കാമുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം, ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ് യു ഡാഷ് എ ഫസ്റ്റ് ക്ലാസ്. കാണുമ്പോഴേ നമുക്കറിയാം ഇഫ് ക്ലോസ്. ഇഫ് ക്ലോസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇഫ് ക്ലോസിൽ വന്നിരിക്കുന്ന വെർബ് എന്താണ്. നമുക്കറിയാം ഹാർഡ് വർക്ക്ഡ് ആണ് എന്ന് പറഞ്ഞാൽ അത് ഹാർഡ് V3 എന്നുള്ള ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇഫ് ക്ലോസിൽ ഹാർഡ് V3 ആണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ നമുക്ക് വുഡ് ഹാവ് V3 എന്നാണ് ഉപയോഗിക്കേണ്ടത്. എന്താണ്? വുഡ് ഹാവ് V3. ആ ഫോമിൽ വരുന്ന ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് വുഡ് ഹാവ് ഗോട്ട് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഡിഡ് യു കം യെസ്റ്റർഡേ ആസ്ക്ഡ് ദ പ്രിൻസിപ്പൾ. കാണുമ്പോഴേ നമുക്കറിയാം ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് അഥവാ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. ആദ്യത്തെ ഭാഗം ഓൾറെഡി അവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, ദ പ്രിൻസിപ്പൾ ആസ്ക്ഡ് മീ. സോ ഇവിടെ ആദ്യത്തെ കാര്യം തന്നെ ഈ തന്നിരിക്കുന്നത് ഡിഡ് യു കം യെസ്റ്റർഡേ എന്നുള്ളത് ഒരു ചോദ്യമാണല്ലേ, ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. നമുക്കറിയാം ഒരു ചോദ്യത്തിനെ ഇന്ററോഗേറ്റീവ് സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ദാറ്റ് എന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യം ഓർത്തു വെക്കേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും ആദ്യം തന്നെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം ഇത് രണ്ടിലും ദാറ്റ് ഉണ്ട്. ഇനി വേണ്ടത് ദ പ്രിൻസിപ്പൾ ആസ്ക്ഡ് മീ. ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ഒന്നെങ്കിൽ ഈഫ് എന്നോ അല്ലെങ്കിൽ വെദർ എന്നോ കൊടുക്കാവുന്നതാണ്. ഇവിടെ രണ്ടിടത്തും ഈഫ് ഉണ്ട്. ഇനി നമുക്ക് നോക്കാം, പ്രിൻസിപ്പാള് ആരോടാണ് ചോദിച്ചിരിക്കുന്നത്? എന്നോടാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യു എന്നുള്ളത് ഐ ആയിട്ട് മാറും. സോ ഈഫിന് ശേഷം ഉടനെ ഐ കൊടുക്കുക. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന വെർബ് ഡിഡിന്റെ കൂടെ കം ആണ്. ഡിഡ് വരുമ്പോഴേ നമുക്കറിയാം ഇത് V2 ആണ്. സാധാരണ രീതിയിൽ നമ്മൾ V2 ഫോമിലുള്ള ഒരു വെർബിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഹാർഡ് പ്ലസ് V3 എന്നുള്ള ഫോർമാറ്റിലേക്കാണ് മാറ്റേണ്ടത്. സോ ഹാർഡ് V3 എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റണമെങ്കിൽ രണ്ടിടത്തും ഹാർഡ് V3 വന്നിട്ടുണ്ട്. ഇനി യെസ്റ്റർഡേയെ മാറ്റണം. യെസ്റ്റർഡേ എന്നുള്ളത് എന്താകും? ദ പ്രീവിയസ് ഡേ ആകും, അല്ലെങ്കിൽ ദ ഡേ ബിഫോർ എന്നായിട്ട് മാറും. ഒന്നെങ്കിൽ ദ പ്രീവിയസ് ഡേ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ദ ഡേ ബിഫോർ എന്ന് കൊടുക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ ലാസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ. കാരണം ഇവിടെ ഇത് ദാറ്റ് ഡേ ആണ്. ടുഡേ മാറ്റുമ്പോഴാണ് അത് ദാറ്റ് ഡേ ആയിട്ട് മാറുന്നത്. ഓക്കെ അല്ലേ? ദ പ്രിൻസിപ്പൾ ആസ്ക്ഡ് മീ ഇഫ് ഐ ഹാഡ് കം ദ ഡേ ബിഫോർ. ക്ലിയർ? അടുത്തത്, ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ സെന്റൻസ്. ഇവിടെ ഗ്രേസ്ഫുള്ളി എന്നുള്ള വേർഡിനെ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ ഷീ ഡാൻസ്ഡ് ഗ്രേസ്ഫുള്ളി ഇൻ ദ സ്പോട്ട് ലൈറ്റ് ഡ്യൂറിംഗ് ദ പെർഫോമൻസ്. ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ ഗ്രേസ്ഫുള്ളി എന്നുള്ള വേർഡിനെ അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്നു. ഈ അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്ന വേർഡ് ഏത് പാർട്സ് ഓഫ് സ്പീച്ചിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാമല്ലേ, എങ്ങനെ ഡാൻസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഗ്രേസ്ഫുള്ളി ഡാൻസ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. സോ ഡാൻസ് എന്നുള്ള വെർബിനെയാണ് ഇവിടെ ഗ്രേസ്ഫുള്ളി ക്വാളിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ആഡ് വെർബാണ്. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് തന്നെയാണ്. ഷീ സെഡ് ഐ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് ടുമാറോ. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ദാറ്റ് ഉപയോഗിക്കാം.
സോ നമ്മുടെ ആൻസർ വരുന്നത് ഷീ സെഡ് ദാറ്റ്. അവൾ പറയുന്നത് കാരണം തന്നെ ഐ ഷീ ആയിട്ട് മാറും. ഇനി ഇവിടെ കിടക്കുന്നത് വിൽ അറ്റൻഡ്. വിൽ V1 ആണ്. വിൽ ആരായിട്ട് മാറും? വുഡ് ആയിട്ട് മാറും. V1ന് ഒരു മാറ്റവും ഉണ്ടാകരുത്. സോ നമ്മളുടെ ആൻസർ വരുന്നത് ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് അറ്റൻഡ് ദ മീറ്റിംഗ് ടുമാറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ദ ഫോളോയിങ് ഡേ എന്നായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഇവിടെ വിൽ അറ്റൻഡിന് മാറ്റം വന്നിട്ടില്ല, ഇതെടുക്കാൻ പറ്റില്ല. ഇവിടെയും വിൽ അറ്റൻഡിന് മാറ്റം വന്നിട്ടില്ല, ഇതും എടുക്കാൻ പറ്റില്ല. ഇവിടെ ടുമാറോയ്ക്ക് മാറ്റം വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതും എടുക്കാൻ പറ്റില്ല. സോ സെക്കൻഡ് ഓപ്ഷൻ ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് അറ്റൻഡ് ദ മീറ്റിംഗ് ദ ഫോളോയിങ് ഡേ. ഓക്കെ അല്ലേ? അടുത്തത് ദ പ്രൈം മിനിസ്റ്റർ ഡാഷ് ടുമാറോ ടു ഇനാഗുറേറ്റ് ദ ഫംഗ്ഷൻ. ടെൻസസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യുന്നു? ഫംഗ്ഷൻ ഇനാഗുറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എപ്പോൾ വരുന്നു? നാളെ വരുന്നു. സോ ടുമാറോ എന്നുള്ളത് ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നു. ആക്ച്വലി ഇവിടെ വിൽ അറൈവ് എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, പക്ഷെ അതില്ല. സോ നമുക്ക് എന്തിലേക്ക് പോകാം? ടുമാറോ എന്നുള്ളത് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ആണ്, തൊട്ടടുത്ത് കിടക്കുന്ന ഫ്യൂച്ചർ ആണ്, ഓൾറെഡി പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സൂചിപ്പിക്കാൻ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ ഉപയോഗിക്കാം. സോ ദ പ്രൈം മിനിസ്റ്റർ അറൈവ്സ് ടുമാറോ ടു ഇനാഗുറേറ്റ് ദ ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹി ടുക്ക് ഡാഷ് വിത്ത് ഹിസ് വർക്ക്. ഇത് ഒരു ഇഡിയമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ടുക്ക് കഴിഞ്ഞിട്ട് എന്ത് വരും? ഒരു ചൊല്ലാണ് ടുക്ക് പെയിൻസ്. ടുക്ക് പെയിൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടേക്ക് എക്സ്ട്രാ എഫേർട്ട് എന്നാണ് കേട്ടോ. അധികമായിട്ടുള്ള എഫേർട്ട് എടുക്കുക, എക്സ്ട്രാ എഫേർട്ട് എടുക്കുക എന്നുള്ള അർത്ഥം വരുന്ന ഒരു ഇഡിയമാണ് ടുക്ക് പെയിൻസ് എന്നുള്ളത്. അപ്പം അവൻ അവൻ്റെ വർക്കിൽ എന്തെടുത്തു? എക്സ്ട്രാ എഫേർട്ട് എടുത്തു എന്നാണ് പറയുന്നത്. സോ ഹി ടുക്ക് പെയിൻസ് വിത്ത് ഹിസ് വർക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഒരു 15 ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഗ്രാമറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ഈ ഒരു സെഷൻ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം രേഖപ്പെടുത്തണം. ഇനിയും ഇതുപോലെ പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത സെഷൻസിൽ കാണാം. സോ താങ്ക് യു ഓൾ.